ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. അപ്പൊ നമ്മുടെ CSEB എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഫെബ്രുവരി 15 നമ്മുടെ എക്സാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള, അതുപോലെ തന്നെ നമ്മളുടെ സാധാരണ ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പരീക്ഷകൾക്കൊക്കെ ബാങ്കിങ് മേഖലയിൽ നിന്ന് ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടന്റ് ഏരിയയാണ് റീജിയണൽ റൂറൽ ബാങ്ക്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബാങ്ക് വാസ് സ്റ്റാർട്ടഡ് ആസ് എ പാർട്ട് ഓഫ് 20-point പ്രോഗ്രാം? 20-point പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബാങ്ക് ഏതാണെന്നാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്സ്. റീജിയണൽ റൂറൽ ബാങ്കുകളാണ് 20-point പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആൻസർ വരുന്നത് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണ്. ഈ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 20 ഇന പരിപാടികളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു സ്പീഡി ആയിട്ട് റൂറൽ ഏരിയയിൽ ഒരു സ്പീഡി ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് തുടങ്ങിയതാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ 20-point പ്രോഗ്രാം? 20-point പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാന്നാണ്? ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ദിരാഗാന്ധിയുടെ 20 ഇന പരിപാടികളുടെ ഭാഗമായിട്ടാണ് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് വന്നത്. അപ്പം ആൻസർ വരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് എ പ്രൈമറി എയിം ഫോർ സ്റ്റാർട്ട് ഓഫ് RRBs? RRBs സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു എന്നാണ്. അർബൻ ഡെവലപ്മെന്റ്, സ്പീഡി റൂറൽ ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, എഡ്യൂക്കേഷണൽ റിഫോംസ്. എന്താണ് സ്പീഡി റൂറൽ ഡെവലപ്മെന്റ്? റൂറൽ ഏരിയയിൽ ഒരു സ്പീഡി ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത് 20-point പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇന്ദിരാഗാന്ധിയാണ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. സ്പീഡി റൂറൽ ഡെവലപ്മെന്റ് ആണ് ഈ റീജിയണൽ റൂറൽ ബാങ്ക്സിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. പിന്നെ റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത് അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റേറ്റിലെ 1 or more ഡിസ്ട്രിക്ട്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും രണ്ടിന്റെയും ഫീച്ചേഴ്സ് കൂടി ചേർന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബാങ്ക്സ് ആണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെയും കോപ്പറേറ്റീവ് ബാങ്കിന്റെയും ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള രണ്ടിന്റെയും ഒരു സമീഷനാണ് ഈ റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. പിന്നെ റീജിയണൽ റൂറൽ ബാങ്കുകൾ പറയുമ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റീജിയണൽ റൂറൽ ബാങ്ക് ഏതാന്ന് ചോദിക്കാറുണ്ട്. 1975 October 2 ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ഒക്കെ സ്ഥിരം ചോദിക്കാറുള്ളതാണ്. 1976 RRB ആക്ട്, റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് പ്രകാരമാണ് ഈ RRBs ഫോം ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമ്മളുടെ CSEB എക്സാമിന് നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് നമ്മളൊരു ബൂസ്റ്റർ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ബൂസ്റ്റർ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറച്ച് ദിവസം കൊണ്ട് കൂടുതൽ മണിക്കൂർ നമ്മൾ എന്താണ് പഠനത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഉയർന്ന മാർക്ക് നമുക്ക് CSEB ജൂനിയർ ക്ലർക്ക് പരീക്ഷയിൽ നേടാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ലൈവ് സെഷൻസും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും ഒക്കെ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീജിയണൽ റൂറൽ ബാങ്ക്സ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് കമ്മിറ്റി? ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. പട്ടേൽ കമ്മിറ്റി, നരസിംഹം കമ്മിറ്റി, ഷാ കമ്മിറ്റി, കുമാർ കമ്മിറ്റി. നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് റീജിയണൽ റൂറൽ ബാങ്കുകളെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. റീജിയണൽ റൂറൽ ബാങ്ക്സ് വാസ് സെറ്റപ്പ് ടു മീറ്റ് ദ ക്രെഡിറ്റ് റിക്വയർമെന്റ് ഓഫ് വിച്ച് സെക്ഷൻ? അതായത് സമൂഹത്തിലെ ഏത് വിഭാഗത്തിന്റെ ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ്. അർബനേറ്റ്സ്, അതുപോലെ ഇൻഡസ്ട്രിയലിസ്റ്റ്, വീക്കർ സെക്ഷൻ ഇൻ റൂറൽ ഏരിയ, ഓവർസീസ് സിറ്റിസൺ. എന്താണ് വീക്കർ സെക്ഷന്റെ? റൂറൽ ഏരിയയിലുള്ള വീക്കർ സെക്ഷന്റെ
ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് റീജിയണൽ റൂറൽ ബാങ്ക്? റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നാഷണൽ വൈഡ്, സ്റ്റേറ്റ് വൈഡ് ഓർ മോർ ഡിസ്ട്രിക്ട് ഇൻ സ്റ്റേറ്റ്, വൺ ഓർ മോർ ഡിസ്ട്രിക്ട് ഇൻ സ്റ്റേറ്റ്, അർബൻ ഏരിയ. ഏതാണ്? വൺ ഓർ മോർ ഡിസ്ട്രിക്ട് ഇൻ ദി സ്റ്റേറ്റ് ആണ്. ഈ RRBs കൺസിഡർ ചെയ്യുന്നത് ഏത് ലെവൽ ബാങ്കുകളുടെ കൂട്ടത്തിലാണെന്ന് ചോദിക്കാറുണ്ട്. വിച്ച് ലെവൽ RRBs കൺസിഡേർഡ് എന്ന് ചോദിക്കാറുണ്ട്. RRB എന്താണ്? പ്രൈമറി ലെവൽ ബാങ്കുകളാണ്. നമ്മുടെ PSCS ഒക്കെ പോലെയുള്ള പ്രൈമറി ലെവൽ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രാമീൺ ബാങ്ക് ഏതാന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഗ്രാമീൺ ബാങ്ക് ഇന്ത്യയിലുള്ളത് പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്, UP-ലാണ്. അത് സ്പോൺസർ ചെയ്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഈ RRBs സ്പോൺസർ ചെയ്യുന്നത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. അപ്പം ഈ UP-ലെ പ്രഥമ ഗ്രാമീൺ ബാങ്ക് സ്പോൺസർ ചെയ്തിരുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. നെക്സ്റ്റ്, ദ സൂപ്പർവിഷൻ ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ. റീജിയണൽ റൂറൽ ബാങ്കുകളെ സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാന്നാണ്? നബാർഡിന്റെ സൂപ്പർവിഷനിലാണ് ഇവർ വരുന്നത്. നബാർഡാണ് ഇവര് മെയിൻ ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് RRBയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടി ഏരിയാസ് റീജിയണൽ റൂറൽ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്